വായനക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം വിദ്യാർത്ഥികൾക്ക് അധ്യാപകന്മാർ പ്രത്യേകം പ്രചോദനം നൽകിയിരുന്നു. ധാരാളം വായിക്കണമെന്ന്. വായനയിലൂടെ വരികളിലുള്ള ഭാഗങ്ങൾ ഓർത്തെടുത്ത് ഭാവനയും സങ്കല്പവും രൂപപ്പെടുകയും അതുവഴി ബുദ്ധിശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. അതാണ് വായനയുടെ പ്രത്യേകത. ഖുർആൻ ആദ്യമായി അവതരിച്ച ആർട്ടിക്കിൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ പേരിൽ വായിക്കുക. ചിന്തിച്ചു കൊണ്ടുള്ള പഠനങ്ങളാണ് വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായന മരിക്കുന്ന ഒരു കാലത്താണ് നാം ഉള്ളത്. ലൈബ്രറികൾ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. എല്ലാവരും വാട്സാപ്പുകളുടെ പിന്നാലെ കൂടി കാണുക, രസിക്കുക, അത്ഭുതപ്പെടുക. അതാണ് വാട്സപ്പ്. പഠനങ്ങളോ വായനകളോ ഭാവനകളോ വളരെ കുറയുന്നത് കൊണ്ട് തന്നെ പുതിയ തലമുറയിൽ മനസ്സ് വികസിക്കുന്നില്ല. അവിടെയാണ് ദേശീയ വായന അതിൻ്റെ ആചരണം നടക്കുന്ന ഈ കാലത്ത് നാം ഉറക്കെ ചിന്തിക്കണം. ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സ് വിശാലമായി മാറും. എസ്.കെ. പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞ നാടുകളിലെല്ലാം പോയ ഒരു അനുഭൂതി ഉണ്ടായിത്തീരുകയാണ്. ഖുർആൻ വായിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ ഖുർആനിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനുഭൂതി ഉണ്ടാവുകയാണ്. അങ്ങനെ ധാരാളമായി വായിക്കേണ്ടത് വായിക്കുമ്പോൾ, ഓതേണ്ടത് ഓതുമ്പോൾ ആ മനുഷ്യൻ ഓറഞ്ച് പോലെയായി മാറുന്നു എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. വായിക്കേണ്ടത് വായിച്ചാൽ മനുഷ്യൻ ഓറഞ്ച് പോലെ. ഓറഞ്ചിൻ്റെ പ്രത്യേകത അതിൻ്റെ രുചി നല്ലത്, അതിൻ്റെ ഗന്ധം നല്ലത്, അതിൻ്റെ നിറവും നല്ലത്. അവ മനുഷ്യൻ്റെ ഉള്ളും പുറവും നന്നാകാനുള്ള വഴിയാണ് വായന. വായിക്കുന്നില്ലെങ്കിൽ അവൻ ലോകത്തിന് തന്നെ ഒരു ഭാരമാണ്. ധാരാളം ആപ്തവാക്യങ്ങൾ നമ്മെ വല്ലാതെ മാറ്റി എടുക്കുന്ന ആപ്തവാക്യങ്ങളുണ്ട്. പുസ്തകങ്ങളില്ലാത്ത വീട് ആത്മാവില്ലാത്ത വീടാണ്. ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് പുസ്തകമില്ലാത്ത വീട്. വായന നടക്കുന്നില്ലെങ്കിൽ അവിടെ ഉള്ളത് ശ്മശാനമുഖതയാണ്. ഓരോ വീട്ടിലും വായനകൾ ഉണ്ടാകണം. മറ്റു മതക്കാർ അവരുടെ വേദഗ്രന്ഥമോ ആശയമോ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. മുസ്ലിമീങ്ങൾ ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലുമില്ല. എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നു. അങ്ങനെ സങ്കുചിതത്വവും പരസ്പര വിദ്വേഷവും വളരുന്ന ഈ കാലത്ത് മനുഷ്യർക്ക് വിശാലമായ മനസ്സ് ലഭിക്കുവാനുള്ള ഒരേ ഒരു വഴി വായനയാണ്. പത്രങ്ങൾ വായിക്കുന്നതും ഖുർആൻ ഓതുന്നതും ചരിത്രങ്ങൾ പഠിക്കുന്നതുമെല്ലാം വായനയുടെ വിശാലമായ അർത്ഥത്തിൽ ഉൾപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് ലൈബ്രറികളിൽ സ്ഥിരം മെമ്പർമാരായി ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ആ കാലത്ത് മതസൗഹാർദ്ദവും മതേതരത്വവും മതവിശ്വാസവുമെല്ലാം ഇവിടെ സജീവമായി നിലനിന്നു. ഇന്നതെല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം വായനയുടെ അഭാവമാണ്. വായിക്കുക എന്നത് സ്വന്തത്തിന് അറിവ് കിട്ടാൻ ഉള്ള മാർഗമാണെങ്കിൽ വായിച്ച് കൊടുക്കുക എന്നതും അതിൻ്റെ പരിധിയിൽ വരും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ എന്ന ആ അധ്യായത്തിൽ ഇഖ്റ റബ്ബുക്കൽ അക്രം എന്ന വരി കൂടി കാണാം. രണ്ടാമത്തെ ഇഖ്റ വായിക്കലല്ല, വായിച്ചു കൊടുക്കലാണ്. അത് രണ്ടും നടക്കണം. ആ പ്രക്രിയയിലൂടെ പുതിയ തലമുറകൾക്ക് വലിയ സംഭാവനകൾ നൽകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഇവിടെ ആശംസിക്കുകയാണ്.